നമസ്കാരം. 205 പേർ മരിച്ചു കഴിഞ്ഞു. കേരളം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ദുരന്തം. ആ ഒരു സാഹചര്യത്തിൽ പോലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തമ്മിൽ പോരാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രം പറയുന്നു ഇങ്ങനെ ഒരു അപകടമുണ്ടായത് മുൻകൂറായി കേരളത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന്. എന്നാൽ ഇതിന് ന്യായീകരണമായി മുഖ്യമന്ത്രി പറയുന്നു കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങൾക്ക് അത്ര തോതിലുള്ള മഴ ആ പ്രദേശങ്ങളിൽ പെയ്തിട്ടില്ല എന്ന്. ഒരു ദുരന്തം നടന്ന നാടാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നതിനെ വെച്ച് നോക്കാതെ അതിനും ന്യായീകരണങ്ങൾ കൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ പോര് നടത്തുന്നു എന്നതാണ് ഇവിടുത്തെ ദയനീയാവസ്ഥ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നേരത്തെ തന്നെ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ ഇത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. ഈ ഒരു പ്രസ്താവന അമിത്ഷാ പറയുമ്പോൾ ആദ്യം തന്നെ ഓർക്കേണ്ടുന്നത് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ ഉരുൾപൊട്ടുമെന്നത് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ഇവിടെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതകളുണ്ട്, മഴവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ക്യാമ്പുകളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശം ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ലഭിക്കുന്നത് ആ അപകടമുണ്ടാകുന്ന ദിവസം രാവിലെ മാത്രമാണ്. നോക്കണം, കേന്ദ്രം ഒരാഴ്ച മുമ്പ് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും മഴ ഇത്ര ഡിഗ്രി പെയ്യുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അതിന്റെ മുന്നറിയിപ്പ് ജനങ്ങളിലേക്ക് എത്തിയത് ആ ഒരാഴ്ച എന്നതിന് മാറി ഒരു ദിവസം മുമ്പ് മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ട് എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടരും അവരുടെ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ തല്ലുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. രാജ്യസഭയിലാണ് അമിത്ഷാ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന്, അതായത് ഒരാഴ്ച മുമ്പ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു നൽകിയിരിക്കുന്നത്. വയനാട് പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഭയിൽ അമിത്ഷാ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കവെയാണ് ഈ കാര്യം പറഞ്ഞത്. ഒരാഴ്ച മുമ്പ് തന്നെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് കേരള സർക്കാരിന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും ഇക്കഴിഞ്ഞ 23-നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയതെന്നും അമിത്ഷാ പറയുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇത്ര ദിവസം സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ അധികൃതർ ഈ നിർദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാതിരുന്നത് എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായതിൽ ചെറിയൊരു പങ്ക് സർക്കാരിന് ഇല്ല എന്നത് പറയാതിരിക്കാൻ സാധിക്കില്ല. എന്തായാലും 24, 25, 26 തീയതികളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നിർദ്ദേശങ്ങൾ, അതായത് ഒരാഴ്ച മുമ്പ് കേന്ദ്രം നിർദ്ദേശം നൽകി അതിനുശേഷം തുടർ നിർദ്ദേശങ്ങൾ ഈ തീയതികളിൽ കൂടെ കേരളത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം ഇപ്പോൾ അവകാശപ്പെടുന്നത്. 20 സെന്റിമീറ്ററിലധികം മഴ പ്രദേശത്ത് ലഭിക്കുമെന്നും സാധ്യതയുണ്ട് എന്നും ഒക്കെ പറയുകയും അതിനാൽ തന്നെ അവിടെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്നൊക്കെയായിരുന്നു കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്നതാണ് അമിത്ഷായുടെ അവകാശവാദം. മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും നിർദ്ദേശം നൽകിയിരുന്നു എന്ന് അമിത്ഷാ അറിയിക്കുന്നു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. കേരളത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ഇതോടൊപ്പം തന്നെ അമിത്ഷാ കൂട്ടിച്ചേർത്തു. അതേസമയം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്നും മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഉള്ളിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിനാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ബെയിലി പാലം നിർമ്മിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് കരസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏകദേശം 205ഓളം മനുഷ്യരാണ് ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇങ്ങനെ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കുന്നത് എന്നത് സഹിക്കാൻ സാധിക്കുന്നില്ല. അത് മാത്രവുമല്ല, കേന്ദ്രം ഇതുപോലൊരു വിശദീകരണം നൽകിയപ്പോൾ അതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലും വിശദീകരണം വരികയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ പരസ്പരം പഴിചാരിയത് കൊണ്ട് കാര്യമില്ല എന്നാണ്. ഇങ്ങനെ പഴിചാരാനുള്ള ഒരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ജനങ്ങൾ ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്. അത് ജനങ്ങളിൽ നിന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അടുത്ത ക്യാപ്സ്യൂൾ ഇറക്കിയിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്തായാലും കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശത്തെക്കാൾ കൂടുതൽ മഴ ആ പ്രദേശത്ത് പെയ്തിട്ടുണ്ട് എന്ന രീതിയിലാണ് ഇതിനൊക്കെ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു കുറ്റപ്പെടുത്തലിന് ന്യായീകരണമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും നമ്മുടെ ഒരു നാട്ടിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായപ്പോൾ ഇത്ര വലിയ ആളുകൾ
ആളുകൾ നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ പരസ്പരം തല്ലുന്നത്, ഇങ്ങനെ പരസ്പരം പഴിചാരുന്നത് കാണുമ്പോൾ ഇവിടുത്തെ ഈ ഒരു സിസ്റ്റത്തെ തന്നെ വെറുത്തു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിൽ നമുക്ക് ഒന്നും പറയാനില്ല എന്ന് വേണം പറയാൻ. കാരണം സർക്കാരുകൾ പരസ്പരം തമ്മിൽ തല്ലുമ്പോഴും ഇവിടെ നിരവധി ആളുകൾ സ്വന്തം കൂടപ്പിറപ്പുകൾ, എന്തിനേറെ പറയുന്നു, ഒരു വീട്ടിലെ എല്ലാവരും തന്നെ നഷ്ടപ്പെട്ട എത്രയോ പേരുണ്ട്. അവർക്ക് അവരുടെ മാനസികാവസ്ഥയാണ് ഇത്തരത്തിലുള്ള നിലപാടുകളൊക്കെ കാണുമ്പോൾ തകർക്കുക എന്നത് ഈ സർക്കാരുകൾ ഓർത്താൽ നന്ന്.